റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹുഫ്. റുഫിഅത്തിൽ അഖ്ലാം പേനകൾ ഉയർത്തപ്പെട്ടു, വജഫത്തിസ് സുഹുഫ് പേജുകൾ മടക്കപ്പെടുകയും ചെയ്തു, അല്ലെങ്കിൽ മായ്ക്കപ്പെടുകയും ചെയ്തു. രണ്ടും ജഫ മാഞ്ഞു, അല്ലെങ്കിൽ അത് ഉണങ്ങി എന്നർത്ഥം പറയാം. പേനകൾ ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാവരും രേഖപ്പെടുത്തി കഴിഞ്ഞു. അല്ലാഹു തആല കലമാണ് ആദ്യം പഠിച്ചത്. ആ കലമ കൊണ്ട് ഈ ലോകാവസാനം വരെ റബ്ബ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞു. അതാണ് പേനകൾ ഉയർത്തപ്പെട്ടുള്ളത്. ഇനി വെട്ടും തിരുത്തുണ്ടാവില്ല. ഇനി അതിൽ വെട്ടലും തിരുത്തലും മാറ്റലൊന്നും ഇല്ല. അതെല്ലാം ഇവിടെ രേഖയായി കഴിഞ്ഞു. പേനകൾ എഴുതി കഴിഞ്ഞ് പേന ഉയർത്തി എന്ന് പറഞ്ഞാൽ എഴുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ എഴുത്തിൽ മാറ്റം ഉണ്ടാവില്ല. അതാണ് ഏടുകൾ മടക്കപ്പെട്ടു. ഇനി ഏടുക്ക് വേറെ കൂട്ടിച്ചേർക്കലോ അതിനൊഴിവാക്കലോ അതൊന്നും ഇല്ല. അതെല്ലാം തീരുമാനമായി, എല്ലാം എഴുതി രേഖപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് ആ രേഖപ്രകാരമാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റം വരുത്താൻ ആരെക്കൊണ്ടും സാധ്യമല്ല. അതെ അതെ അങ്ങോട്ടേക്കൊക്കെ ബാക്കി ഇതിനപ്പുറത്താണ്. ഒക്കെ ലൗഹുൽ മഹ്ഫൂദ് നോക്കുമ്പോൾ അവിടെ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. അപ്പം അത് എനിക്കും അറിയാം. പക്ഷെ അതുപോലെ അതിന് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്നാണ്. അപ്പം അവിടെ പോയി മാറ്റിയിട്ട് ഇവിടെ കൊടുത്തോണ്ടെങ്കിൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവും. എൻ്റെ കണ്ണെപ്പോഴും ലൗഹിയിലതെന്നോവർ എന്ന് മൊഹീദ്യന്മാരുണ്ട്. കണ്ണെപ്പോഴും ലൗഹുൽ മഹ്ഫൂദിലാണ്, അവിടെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയും എന്നാണ്. അതിൻ്റെ പിന്നെ വിശദീകരണമായ കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊന്നുമില്ല. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹുഫ് പേനകൾ ഉയർത്തപ്പെട്ടു, ഏടുകൾ മടക്കപ്പെടുകയും ചെയ്തു. അത് സബബാണ്. കുടുംബമൊന്നും ചേർത്താൽ ആയുസ് വർദ്ധിക്കും. അത് സബബാണ്. അള്ളാഹ് നിശ്ചയിച്ച സബബാണ്. അത് അള്ളാഹ് സബബാക്കി നബി തങ്ങൾ പഠിപ്പിച്ചെന്നു. അപ്പം ആ സബബ് ഉണ്ടായാൽ മുസബബ് ഉണ്ടാവും. ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുന്നത് പോലെ അള്ളാഹ് നിശ്ചയിച്ച സബബാണെന്ത്? കുടുംബമൊന്നും ചേർക്കുമ്പോൾ ആയുസ് വർദ്ധിക്കുക. അതൊക്കെ സബബായി പഠിപ്പിച്ചു. ദുആ കൊണ്ട് ഉത്തരം കിട്ടുന്നു, സബബാണ്. ഇങ്ങനെ സബബായി നിശ്ചയിച്ചതൊക്കെ സബബായിട്ട് നമുക്ക് കണക്കാക്കാം. സബബ അല്ല എന്ന് പറഞ്ഞു, നേരത്തെ പറഞ്ഞ നേർച്ച സബബ അല്ല എന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ സബബായിട്ട് പരിഗണിക്കാൻ പറ്റുകയുമില്ല. അപ്പോൾ ഇതേ മൊത്തത്തിൽ ജീവിതത്തിലേക്കൊരു നമുക്ക് കാഴ്ചപ്പാടുണ്ടാക്കാവുന്ന, ജീവിതത്തിൽ എപ്പോഴും ഒരു നിരാശ ഇല്ലാതിരിക്കാൻ പറ്റാവുന്ന ഒരു ഉത്ബോധനമാണ് ഈ ഹദീസിലൂടെ അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇബ്നു അബ്ബാസ് എന്ന കുട്ടിയെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് എനിക്ക് ഞാൻ ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാഹു അഅലം. ഹദീസ് നൽകുന്ന പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ 6 പാഠം നൽകുന്നു. ഒന്ന്, നബിയും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം. അത് ഇവിടുന്ന് കിട്ടിയതിന് ഞാൻ നബിയുടെ പിന്നിൽ ഉണ്ടായിരുന്നു. അപ്പോൾ യാ ഗുലാം എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം നബിക്ക് അങ്ങോട്ടും നബിയോടും ഇങ്ങോട്ടൊക്കെ അവർക്ക് പ്രത്യേകമായ ബന്ധം ഉണ്ടായിരുന്നു. നബി ആരുമായും ഇടപഴകാതെ അങ്ങനെ എല്ലാത്തിനും മാറി ഒറ്റയ്ക്ക് വലിയൊരു ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. 2, ആവശ്യമനുസരിച്ച് സാരോപദേശങ്ങൾ നബി നൽകുന്നു. ഓരോരുത്തർ സന്ദർഭം സാഹചര്യം നോക്കി അതിനനുസരിച്ചുള്ള ഉപദേശങ്ങളാണ് നബി നൽകിയിട്ടുള്ളത്. 3, അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക എന്ന പ്രഖ്യാപനം. 4, പ്രാർത്ഥനയും സഹായാർത്ഥനയും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. 5, വിശ്വാസ കാര്യങ്ങളിൽ ഖദറിലുള്ള വിശ്വാസത്തിൻ്റെ പ്രാധാന്യം. അതാണ് അവസാന ഭാഗം. എല്ലാവരും ഒരുമിച്ച് കൂടിയാലും എനിക്കൊന്നും ചെയ്യാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. 6, എല്ലാം അള്ളാഹു നേരത്തെ കണക്കാക്കിയിരിക്കുന്നു. അള്ളാഹു നേരത്തെ എല്ലാം നിശ്ചയിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ കണക്ക് പ്രകാരമാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അല്ലാഹു അഅലം. ഏതായാലും ജീവിതത്തിൽ നിന്നും കാത്തു സൂക്ഷിക്കുക. റവാഹു തിർമിദിയും ഇമാം തിർമിദി റഹിമഹുല്ലാഹി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിലേക്ക് എന്നും ഇതൊരു വഴികാട്ടിയായി ഈ ഹദീസ് നമ്മൾ സ്വീകരിക്കുക. എങ്കിൽ നിരാശ എന്ന ജീവിതത്തിൽ ഉണ്ടാവില്ല. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധ്യം എപ്പോഴും ഉണ്ടാകും. തവക്കുല് ഒന്നുകൂടെ മനസ്സിന് ഉറച്ചു കിട്ടും. അതൊക്കെ ഇവിടെ കിട്ടുന്ന ഖൈറുകളാണ്. ആ ഖൈർ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.